അമിത ഫീസ് വാങ്ങുന്ന 3 സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്കെതിരെ സർക്കാർ കോടതിയെ സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരുണ KMCT കണ്ണൂർ മെഡിക്കൽ കോളേജുകൾക്കെതിരെയാണ് നടപടി. ഇതാണല്ലോ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു വിഷയം. നമ്മുടെ പൊതുവിൽ സ്വാശ്രയ കോളേജുകളുമായി സർക്കാരുണ്ടാക്കിയ കരാറിൽ ആക്ഷേപമുള്ളവരും നിങ്ങളിപ്പോൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് എന്താണ് ഒന്നും പറയാതിരിക്കുന്നത്? അവർ ഗവൺമെൻറ്റുമായി കരാർ ഒപ്പിടാൻ തയ്യാറായില്ല. ആ 2 സ്ഥാപനങ്ങൾക്ക് 10 ലക്ഷം ഉറുപ്പിക ഫീസ് വാങ്ങാമെന്ന് ഹൈക്കോടതി അനുമതി കൊടുത്തു. ഹൈക്കോടതിയുടെയാണ് ആ തീരുമാനം. 10 ലക്ഷം രൂപ ഫീസ് വാങ്ങാമെന്ന ഹൈക്കോടതി തീരുമാനത്തെ ചോദ്യം ചെയ്യാനാണ് സർക്കാർ തയ്യാറായിട്ടുള്ളത്. അതിന് അപ്പീൽ സർക്കാർ നൽകുകയാണ്. എന്നാൽ ഏറ്റവും വലിയ വിരോധാഭാസം 2.5 ലക്ഷം കുട്ടികളിൽ നിന്ന് ഫീസ് വാങ്ങുന്നത് വളരെ കടുത്ത കൈയായിപ്പോയി എന്ന് പറഞ്ഞ് സമരം നടത്തുന്നവർ ഈ 10 ലക്ഷത്തെക്കുറിച്ച് മിണ്ടുന്നതേയില്ല. ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന സുപ്രീം കോടതി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള അഡ്മിഷനെല്ലാം നടത്തേണ്ടത് സർക്കാരാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശന കമ്മീഷണർ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ കുട്ടികളെ പ്രവേശിപ്പിക്കുമ്പോൾ ഒരു സ്ഥാപനത്തിൽ എത്രയാണ് ഫീസ് എന്നത് കാണിക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രവേശന കമ്മീഷണർക്ക് ഈ സ്ഥാപനത്തിൽ പ്രവേശനം നടത്താതിരിക്കാൻ പറ്റില്ല. അത് സുപ്രീം കോടതിയുടെ നിലപാടാണ്. സുപ്രീം കോടതിയിൽ ഈ 10 ലക്ഷം അധികമാണ്, ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ഫീസ് ഇത്രയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ അപ്പീൽ പോയിട്ടുമുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയുടെയും മറ്റും തീരുമാനത്തിന് വിധേയമായിരിക്കും ഫീസ് നിരക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ഫീസ് നിരക്ക് കാണിക്കുകയാണ് വേണ്ടത്. അങ്ങനെ പ്രവേശനം നടത്താനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം ഈ ഫീസ് നിരക്ക് അധികമാണെന്ന് സർക്കാർ പറയുന്നു. ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന നിലപാട് സർക്കാർ എടുക്കുന്നു. അനുവദിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീലും പോയിരിക്കുന്നു. അപ്പോൾ നിശ്ചയിച്ച ഫീസിൽ കൂടുതൽ ഫീസ് ഈടാക്കുന്ന നടപടി ശരിയല്ല എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം. ഈ മാനേജ്മെന്റുകളെ ഇത് ബോധ്യപ്പെടുത്താനുള്ള എന്തെങ്കിലും ശ്രമമുണ്ടോ? കാരണം എന്തായാലും ഇപ്പോഴത്തെ കഴിഞ്ഞ തവണത്തെയും സമാനമായ വിധത്തിൽ തന്നെയാണ്, യാതൊരു ക്രമവും ഇല്ലാത്ത രീതിയിലുള്ള ഫീസാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാനേജ്മെൻറ്റുകൾ എല്ലാ മാനേജ്മെൻറ്റുകളും അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. സർക്കാർ അതെ, ആ 2 കോളേജുകളും പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള വേറൊരു കോളേജ്. അപ്പോൾ അത്തരം കോളേജുകളെ ഇതിനനുവദിച്ചിട്ടുള്ളത് കോടതിയാണ്. അപ്പോൾ കോടതിയുടെ നടപടിയെ കോടതിയിലൂടെയല്ലാതെ തിരുത്തിക്കാൻ സർക്കാരിനാവില്ല. അതിനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.